ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. അതോടൊപ്പം ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഞാനിന്ന് ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും കാര്യമായി ഗൗനിക്കാതെ പോകുന്നതും പിന്നീട് ലോൺ ബാധ്യത, അതിൻ്റെ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, കടക്കെണി ഇതിലേക്ക് പോകുന്നതും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന വലിയ ബാധ്യതയെ, വലിയ കടത്തിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരു സമ്പാദ്യ പദ്ധതിയിലേക്ക് എത്തിക്കൊണ്ട്, അതായത് ഒരു കടക്കണി കൂടാതെ, കടബാധ്യത കൂടാതെ കുട്ടികളെ ഡേ കെയർ മുതൽ LKG, UKG, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷൻ, ഓരോ നിലവാരം അനുസരിച്ച്, കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നമ്മുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് നല്ലൊരു ഉദ്യോഗത്തിലേക്ക് എത്തുന്നവരെ, ജോലിയിലേക്ക് എത്തുന്നവരെ, ഒരു സെൽഫ് എംപ്ലോയി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്തുന്നതുവരെ വലിയ കടബാധ്യത കൂടാതെ ചെറിയ ചെറിയ ഒരു സമ്പാദ്യത്തിലൂടെ, ചെറിയൊരു നീക്കിരിപ്പിലൂടെ എങ്ങനെ ഒരു സംരക്ഷണവും ഒരു സമ്പാദ്യവും ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളുള്ള പാരൻസ്, വ്യക്തികൾ, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അച്ഛനമ്മ, ആരുമാകട്ടെ, കുട്ടികളോട് ചെയ്തു വെക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ പ്രൊപ്പോസറായി നിന്നുകൊണ്ട്, അതായത് ആ കുട്ടിയുടെ പഠനത്തിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബുക്സ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച മെറ്റീരിയൽസ്, സ്റ്റഡി ടൂറ്, അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ പദ്ധതികൾ, അങ്ങനെ അതല്ലെങ്കിൽ പുറത്ത് അയച്ച് പഠിപ്പിക്കുന്നതിന്, അങ്ങനെയുള്ള വിവിധ മേഖലകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു കുട്ടി നല്ലൊരു ക്വാളിഫൈഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് നല്ലൊരു ജോബിലേക്ക് എത്തുന്നത്. അതെത്തുവരെന്ന് വെച്ചാൽ ഒരു ഭാരിച്ച ചിലവിലേക്കാണ് വരുന്നത്. അതൊരു കടബാധ്യതയിലേക്ക്, ലോണായിട്ട്, എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ നിരവധി ഈ ബാധ്യതയിലേക്ക് പാരൻസ് വരാറുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം, അതിലേക്കുള്ള തുക എങ്ങനെ കണ്ടെത്താം, അതിന് വേണ്ടി ഒരു 20 രൂപ മാറ്റി വെക്കാൻ തയ്യാറായാൽ 1,00,000 രൂപയുടെ കവറും, അതോടൊപ്പം തന്നെ 5 കൊല്ലം എത്തുമ്പോൾ കുറച്ച് തുക തിരിച്ചു കിട്ടുക. അത് തന്നെ അല്ലെങ്കിൽ അത് കിട്ടുന്നതോടൊപ്പം, അല്ലെങ്കിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ലോൺ എടുക്കാനുള്ള സംവിധാനം, അതോടൊപ്പം മെച്യൂരിറ്റി തുക കിട്ടുന്നത് 20 എന്നുള്ളത് 50 ആകാം, 100 ആകാം, 150 ആകാം. ഹൗ ദ കപ്പാസിറ്റി ഓഫ് അവർ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് എത്ര രൂപയാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത്രയും രൂപ വെച്ചാൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷനെ ഇൻഷുർ ചെയ്യുന്നു, ലൈഫ് ഇൻഷുർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പാരൻസ് എന്ന് പറയുന്ന വ്യക്തി, അത് അച്ഛനാകാം, അമ്മയാകാം, ആരാണോ പാരൻസായിട്ട് പ്രൊപ്പോസറായിട്ട് നിൽക്കുന്നത്, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും കമ്പനി ആ കുട്ടിയുടെ പഠിത്തം ഏറ്റെടുത്ത് നടക്കുകയും നിശ്ചിത തുക സ്റ്റൈഫൻഡ് രൂപേണ തന്നുകൊണ്ട് ഈ പോളിസി കംപ്ലീറ്റ് ആകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണോ ഉള്ളത് അത് വരെയും പോളിസി കംപ്ലീറ്റ് ആകുന്നത് വരെയും തരികയും, കംപ്ലീറ്റ് ആയതിനു ശേഷവും മെച്യൂരിറ്റി തുക തന്ന് സഹായിക്കുന്ന ബൃഹത്തരമായ പദ്ധതി, അതായത് പൊട്ടാത്ത പൊളിയാത്ത കഷ്ടപ്പെടുത്താതെ കിട്ടുമെന്ന് ഉറപ്പുള്ള 42 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ബൃഹത്തരമായ ഒരു കമ്പനിയിലേക്ക് നമ്മുടെ ലൈഫിനെ നമ്മൾ മെമ്പർഷിപ്പിലൂടെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആക്കിയാണ്. അതിലേക്ക് വേണ്ടത് മിനിമം എൻട്രി ചാർജ് എന്ന് പറഞ്ഞാൽ ഡെയിലി 20 രൂപ, നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര രൂപ വരെയും കൊടുത്തിട്ട് നമ്മളുടെ ലൈഫ് പ്രൊട്ടക്ഷൻ ആവുന്നതോടൊപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് വിവിധ മേഖലകളിലൂടെ നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതിയാണ്. അത് ഇടക്കാലത്ത് വെച്ച് തിരിച്ചു കിട്ടാം, അതല്ല തിരിച്ച് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലൂടെ ഓരോ പാരൻസും അറിഞ്ഞിരിക്കേണ്ടതും ചേരേണ്ടതും, മറ്റ് പോസ്റ്റ് ഓഫീസ്, കുറി, അതല്ലെങ്കിൽ മറ്റ് സുകന്യ പദ്ധതി, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇത്തരം അഡ്വാൻറ്റേജസ്, ഇത്രയും സേഫ്റ്റിയാണ്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് കവറുള്ള ഒരു പദ്ധതി ഈ ദുനിയാവിൽ ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നൽകുന്നില്ല, ഇനി നൽകുമെന്ന് സംശയവുമാണ്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ചെയ്താലും ഇല്ലെങ്കിലും ഇത്തരം പ്രവൃത്തിയിലൂടെ പോകുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന അധിക ബാധ്യതയിലേക്ക് വരുന്ന കടവും കടക്കണിയിലേക്ക് പോകുന്നതിനെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ബൃഹത്തരമായ പദ്ധതിയാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഇതിലേക്ക് എൻട്രിയുടെ കുറഞ്ഞ തുക 20 രൂപ. ആ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മെച്യൂരിറ്റി തുകയോടൊപ്പം നിശ്ചിത കാലയളവിൽ പൈസ തിരിച്ചു കിട്ടുന്നു, അതോടൊപ്പം മെച്യൂരിറ്റി തുകയിലും പൈസ കിട്ടുന്നതാണ്. ഇതാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ്റെ പ്ലാൻ. അതോടൊപ്പം തന്നെ കുട്ടി ഒരു സെൽഫ് എംപ്ലോയി ആകണമെങ്കിൽ അങ്ങനെയും സഹായകരമായ പദ്ധതിയുണ്ട്. അതല്ല, പെൺകുട്ടികളാണെങ്കിൽ അവരെ മാരേജ് ചെയ്യുന്നതിന് സഹായകരമാകുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.
നന്ദി, താങ്ക് യു. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ഷെയറുകൾ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.